കൊല്ലം കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി മാലവയ്പ് ഘോഷയാത്ര നടന്നു. തോറ്റമ്പാട്ടിന്റെ ഭാഗമായി അമ്മയ്ക്ക് ചാർത്തേണ്ട മാല കരുനാഗപ്പള്ളി പടനായർകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും ഘോഷയാത്രയോടെ അകമ്പടിയോടെ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗം മീന ശൂരനാട് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. അറബിക്കടലിന്റെ ഓരത്ത് നാടിനാകെ ഐശ്വര്യം ചൊരിയുന്ന മൂക്കുമ്പുഴയമ്മയുടെ വിവാഹനാളായി കണ്ട് അമ്മയ്ക്ക് ചാർത്തേണ്ട മാല നാടൊന്നായി ആഘോഷപൂർവ്വം ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് മാലവയ്പ്. കരുനാഗപ്പള്ളി പടനായർകുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയുടെയും വാദ്യഘോഷമേളങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായി ദേവീരഥത്തിൽ എഴുന്നള്ളിച്ചാണ് ക്ഷേത്രത്തിലേക്ക് മാല എത്തിച്ചത്. നാനാദേശവാസികളായ നൂറുകണക്കിന് സ്ത്രീകളാണ് ഘോഷയാത്രയിൽ അകമ്പടി സേവിച്ചത്. കോവലൻ്റെയും കണ്ണകിയുടെയും കഥ, അതായത് ശ്രീ കുറുമ്പ ഭാവത്തിൽ ഭഗവതി മധുരയിൽ നിന്നും ദക്ഷിണ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുകയും അത് ഇവിടെ വന്ന് കുടിയിരുന്നുവെന്നും അതിനെ തുടർന്ന് ആ ഭഗവതിയുടെ കണ്ണകി ദേവിയുടെ കഥ ചൊല്ലി പാടി അവതരിപ്പിക്കുന്ന തോറ്റമ്പാട്ടിൻ്റെ ഭാഗമായി ദേവിക്ക് 6-ാം ദിവസം നടക്കുന്ന മാലവെപ്പാണ്. അതായത് മാലവെപ്പ് എന്ന് വെച്ചാൽ ദേവിയുടെ വിവാഹം, ആ കോവലനും ഭഗവതി കണ്ണകിയുമായിട്ടുള്ള വിവാഹം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ സങ്കല്പത്തിലാണ് ശ്രീ മൂക്കുമ്പുഴ ദേവിയുടെ തിരുമാലവെപ്പ് എന്ന് പറയുന്നത് വിവാഹമായി കാണുകയും ആ വിവാഹത്തിൻ്റെ ഭാഗമായി ഈ പ്രദേശവാസികളായിട്ടുള്ള മുഴുവൻ ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് ദീപാലങ്കൃതമായി ഭഗവതിക്ക് താലപ്പൊലിയോടും അഷ്ടമംഗല്യത്തോടും കൂടി ദേവിക്ക് മാല തങ്കത്തിൽ പൊതിഞ്ഞ തങ്കത്തോടു കൂടി, അതായത് 10 പവനിൽ മേളിൽ തങ്കം മാല ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. അത് ഭഗവതിക്ക് ആ ദിവസം അവിടെ കൊണ്ടുവന്ന് ചാർത്തി പൂജ ചെയ്ത് ഭഗവതിയെ തൃപ്തിപ്പെടുത്തി കുടിയിരുത്തുന്ന ഒരു ഭാഗമാണ് ഈ മാലവെപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം എന്ന് പറയുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗം മീന ശൂരനാട് മാലവയ്പ് ഘോഷയാത്രയുടെ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. മുക്കുമ്പുഴ ഭഗവതിയുടെ അനുഗ്രഹവും സംരക്ഷണവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇന്ന് ഇവിടെ ഈ കൊളുത്തിയ ദീപം എല്ലാവരുടെയും മനസ്സിലെ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തെയും വിദ്വേഷത്തിൻ്റെ ചിന്തകളെയും മാറ്റി സ്നേഹത്തെയും കരുണയെയും നിറയ്ക്കുവാൻ പര്യാപ്തമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ എല്ലാവരുടെയും മനസ്സിൽ നന്മ കുടികൊള്ളാൻ മാത്രമേ ഈ ലോകം ഇതേപോലെ ശക്തിയായി നിലകൊള്ളുകയുള്ളൂ എന്ന് നാം ഏവരും മനസ്സിലാക്കണം. ഇന്ന് ഇവിടെ കൊളുത്തിയ ദീപത്തെ സാക്ഷി നിർത്തി നാം എല്ലാവരും പരസ്പരം സ്നേഹത്തോടും സൗഹൃദത്തോടും കരുണയോടും ദുഃഖിതരോടും ഒപ്പം നിൽക്കണമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാ ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി കൊടികയറി നടക്കുന്ന മകരഭരണി ഉത്സവത്തിന്റെ ഭാഗമായി സമുദ്രത്തിൽ മീനൂട്ട് ചടങ്ങും നടക്കും. ഇതും ഏറെ വിശേഷമായാണ് കരുതപ്പെടുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് മഹാസമുദ്രത്തിൽ അതായത് ദേവിയുടെ ഉത്സവബലിയാകുന്ന ഉത്സവബലിക്ക് ദേവിക്കും സർവ്വചരാചരങ്ങൾക്കും ആവാഹിച്ച് പൂജ നടത്തി നേദ്യം കൊടുക്കുന്നതാണ് ഉത്സവബലി എന്ന് പറയുന്നത്. അന്ന് കരജലത്തിലുള്ള സമസ്ത ജനങ്ങൾക്ക് ജീവജാലങ്ങൾക്കും നമ്മൾ അന്നം കൊടുത്ത് സംപ്രീതരാകണമെന്ന് നിയമമുണ്ട്. അത് കര മാത്രമല്ല, മഹാസമുദ്രത്തിൽ പോലും നമ്മൾ അന്നം കൊടുക്കുന്ന ചടങ്ങാണ് മീനൂട്ടെന്ന് പറയുന്നത്. കാരണം സമുദ്രം കൊണ്ട് ജീവിക്കുന്ന അവരാണ് ഇന്നത്തെ ഈ ഭക്തജനങ്ങളെല്ലാവരും തന്നെ. നമ്മുടെ ജീവനും പ്രാണനും എല്ലാം മഹാസമുദ്രമാണ്. ആ മഹാസമുദ്രത്തിൽ നടത്തുന്ന ഒരു വിശിഷ്ടമായ മഹായജ്ഞമാണ് മീനൂട്ട്. ഹരേകരയോഗത്തിന്റെ അധീനതയിലുള്ള മൂക്കുമ്പുഴ ദേവീ ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് നാടാകെ ദേവി അനുഗ്രഹം ചൊരിയുന്ന മാലവയ്പ് ഘോഷയാത്ര. അഷ്ടദിക്കോട് കൂടിയിട്ട് 8 കോണോടുകൂടിയ ഒരു ശിവലിംഗ രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതിൽ ഭഗവതിയെ ആവാഹിച്ച് ആണ് ശ്രീ മൂക്കുമ്പുഴ ഭഗവതി എന്നുള്ള രീതിയിൽ ആ സങ്കല്പത്തിലാണ് നമ്മൾ ഇവിടുത്തെ പൂജാവിധികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4.5 കിലോമീറ്ററിലധികം ദൂരം താലപ്പൊലിയുമായി അമ്മയ്ക്ക് ചാർത്താനുള്ള മാലയും ആയി ഭക്തർ ഘോഷയാത്രയായി വരുമ്പോൾ അമ്മയുടെ തിരുനാമങ്ങൾ ഉരുവിട്ട് നാടാകെ ഘോഷയാത്രയ്ക്ക് സ്വീകരണവും നൽകി. ജനം, ആലപ്പുഴ.